ഹംസ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ, മുത്തുനബിയുടെ അമ്മായി സഫിയ ബീവിയുടെ സഹോദരൻ, മുത്തുനബിയേക്കാൾ 2 വയസ്സ് മാത്രം പ്രായം അധികമുള്ള പിതൃ സഹോദരൻ. അബ്ദുൽ മുത്തലിബിന് 5 ഭാര്യമാരിലൂടെ 10 ആൺമക്കളും 6 പെൺമക്കളും ജനിച്ചു. ഫാത്തിമ ബിന്ത് അംറിലൂടെയാണ് അബ്ദുള്ള, സുബൈർ, അബൂ ത്വാലിബ് എന്നീ ആൺമക്കൾ ജനിക്കുന്നത്. ഹാല ബിന്ത് വുഹൈബ് എന്നവരിലൂടെയാണ് ഹംസ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. പ്രവാചകരുടെ പിതൃ സഹോദരൻ എന്നതിനപ്പുറം തന്റെ കളിക്കൂട്ടുകാരനും കൂടിയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. പ്രവാചകരോട് വലിയ ഇഷ്ടവും സ്നേഹവുമായിരുന്നു അദ്ദേഹത്തിന്. പ്രായമായപ്പോൾ വേട്ടയാടലും വനാന്തരങ്ങളിൽ യാത്രക്ക് പോകലുമായി ഹംസയുടെ താല്പര്യം. പ്രബോധന ദൗത്യവുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ആദ്യകാലത്ത് ഹംസ ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിലും നുബുവത്തിന്റെ 6-ാം വർഷം മക്കയിലെ പ്രമുഖനും ഇസ്ലാമിന്റെ പ്രധാന ശത്രുവുമായ അബൂജഹലിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തന്റെ ഇസ്ലാമിക പ്രവേശനം നടത്തുന്നത്. മക്കയിലെ പ്രബോധന വഴികളിൽ മുത്തുനബിക്ക് പ്രതീക്ഷയും ആവേശവുമായി ഹംസ റളിയല്ലാഹു അൻഹു മാറുകയാണ്. മദീനയിലേക്കുള്ള ഹിജറയും ഹംസ തങ്ങൾ നടത്തുന്നുണ്ട്. ഹിജറയുടെ 2-ാം വർഷം നടന്ന ബദ്ർ യുദ്ധത്തിൽ മക്കയിലെ പ്രമുഖരായ പ്രമാണിമാരെ തന്റെ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി ഇസ്ലാമിന്റെ യശസ് വാനോളം ഉയർത്തി ഹംസ റളിയല്ലാഹു അൻഹു. ബദറിലേറ്റ തിരിച്ചടിക്ക് പ്രതികാരം ചെയ്യുവാൻ ഹിജറയുടെ 3-ാം വർഷം എല്ലാ സന്നാഹങ്ങളോടും കൂടി മക്കാ മുശ്രിക്കുകൾ മദീനയെ ആക്രമിക്കാൻ വരുന്നു. ഉഹദ് പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ അവർ തമ്പടിക്കുന്നു. 3000-ഓളം വരുന്ന ശത്രു സൈന്യത്തെ നേരിടുവാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം 700-ഓളം സ്വഹാബിമാരുമായി ഉഹദിലേക്ക് പുറപ്പെടുന്നു. ഹിജറ 3-ാം വർഷം ശവ്വാൽ 15 ശനിയാഴ്ച സുബ്ഹിയോട് അടുത്ത സമയത്ത് നബിയും സ്വഹാബത്തും ഉഹദിൽ എത്തിച്ചേരുന്നു. ബിലാൽ തങ്ങൾ സുബ്ഹിക്ക് ബാങ്ക് വിളിച്ചു. സുബ്ഹി നിസ്കാരത്തിന് ശേഷം തന്റെ സൈന്യത്തെ പ്രവാചകൻ യുദ്ധസന്നദ്ധരാക്കി. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യം മുസ്ലിമീങ്ങളെ നേരിടാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നു. ശത്രു സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്ന നർത്തകികളും ഗായകരുമായ സ്ത്രീകൾ ദഫുകൾ മുട്ടിയും പാട്ടുപാടിയും ശത്രു സൈന്യത്തെ ആവേശഭരിതരാക്കി. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ശത്രു സൈന്യത്തിന്റെ രക്തം തിളപ്പിക്കുന്ന കവിതകൾ ചൊല്ലി യുദ്ധമുഖത്ത് ഓടി നടന്നു. ഹിന്ദിന്റെ ലക്ഷ്യം ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. കാരണം ബദർ യുദ്ധത്തിൽ ഹിന്ദിന്റെ പിതാവ് ഉത്ബയുടെ ഘാതകൻ ഹംസ തങ്ങളായിരുന്നു. ജുബൈർ ബിനു മുത്ഇം എന്ന ഇസ്ലാമിന്റെ ശത്രുവിന്റെ അടുത്തേക്ക് ഹിന്ദ് ചെല്ലുകയാണ്. ബദറിൽ ജുബൈർ ബിനു മുത്ഇമിന്റെ പിതൃ സഹോദരനെ കൊന്നതും ഹംസ തങ്ങൾ തന്നെയായിരുന്നു. ഉഹദിൽ വെച്ച് ചതിയിലൂടെ ഹംസ തങ്ങളെ കൊല്ലാൻ ജുബൈർ ബിനു മുത്ഇമിന്റെ അടിമ വഹ്ഷിയെ അവർ ശട്ടം കെട്ടുകയാണ്. ഹംസയെ കൊന്നാൽ വഹ്ഷിയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാം എന്നായിരുന്നു അവരുടെ വാഗ്ദാനം. ഉഹദ് രണഭൂമിയിൽ പോരാട്ടം ശക്തമാവുകയാണ്. ശത്രു സൈന്യത്തിന്റെ തലകളെ ഹംസ റളിയല്ലാഹു അൻഹു അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അവസരം കാത്ത് വഹ്ഷി ഒരു പാറക്കു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. അവസരം ഒത്തുവന്നപ്പോൾ തന്റെ ചാട്ടുളി ഹംസ റളിയല്ലാഹു അൻഹുവിന് നേരെ വഹ്ഷി പ്രയോഗിക്കുന്നു. പൊക്കിളിലൂടെ പ്രവേശിച്ച് പിൻഭാഗത്ത് കൂടി ചാട്ടുളി പുറത്തേക്ക് വരുന്നു. രക്തം ചീറ്റുന്ന ശരീരവുമായി ഹംസ തങ്ങൾ വീണ്ടും ശത്രുപക്ഷത്തേക്ക് ഇരച്ചു കയറുകയാണ്. രക്തം വാർന്ന് മഹാനവറുകൾ ഉഹദിന്റെ രണഭൂമിയിൽ മലർന്നടിച്ചു വീഴുന്നു. ഹിന്ദിന്റെ ലക്ഷ്യം പൂവണിഞ്ഞിരിക്കുന്നു. തന്റെ ശത്രു ജീവനറ്റ് കിടക്കുന്നത് കണ്ടപ്പോൾ കലി തുള്ളിയ ഹിന്ദ് ആ ശരീരത്തെ വികലമാക്കാൻ തുടങ്ങി. കയ്യിലിരുന്ന ആയുധം ഉപയോഗിച്ച് ഹംസ തങ്ങളുടെ ചേതനയറ്റ ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ചെടുക്കാൻ തുടങ്ങി. കരള് പറിച്ചെടുത്ത് ചവച്ചു തുപ്പി, ചെവികൾ മുറിച്ചെടുത്ത് ആഭരണം പോലെ അണിഞ്ഞു. തന്റെ ലക്ഷ്യം പൂർത്തിയായ ആവേശത്തിൽ ഹിന്ദ് ആർമാദിച്ചു.
മുത്തുനബിയുടെ കളിക്കൂട്ടുകാരനും പ്രവാചകന്റെ ആവേശവും സ്നേഹിതനുമായിരുന്ന ഹംസ തങ്ങളുടെ വികലമാക്കപ്പെട്ട ശരീരം കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വേദനിക്കുന്നുണ്ട്. രക്തസാക്ഷികളുടെ നേതാവിന്റെ പദവിയിലേക്ക് ഹംസ തങ്ങളെ അള്ളാഹു ഉയർത്തുന്നുണ്ട്. പ്രവാചക ജീവിതത്തിൽ പലതവണ ഉഹദ് രക്തസാക്ഷികളെ സിയാറത്ത് ചെയ്യാൻ വന്നിരുന്നു എന്ന് കാണാം. അള്ളാഹുവിനോട് മുത്തുനബി പറയുമായിരുന്നു, അള്ളാഹുവേ, നിന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി ജീവൻ ബലി നൽകിയവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കൾ, അവരെ നീ അനുഗ്രഹിക്കണമേ. ഉഹദ് ശുഹദാക്കളെ സന്ദർശിക്കുമ്പോൾ പ്രത്യേകമായി അവർക്ക് സലാം പറയണം എന്നും നിങ്ങളുടെ സലാം അവർ മടക്കുമെന്നും മുത്തുനബി പഠിപ്പിച്ചത് കാണാം. ഫാത്തിമ ഖുസാഇയ്യ എന്ന സ്വഹാബി വനിത പറയുകയാണ്, ഒരിക്കൽ ഞാൻ ഉഹദ് ശുഹദാഇന്റെ പരിസരത്തു കൂടി നടക്കുമ്പോൾ പ്രവാചകന്റെ പിതൃ സഹോദരനായ ഹംസ തങ്ങളെ നിങ്ങൾക്ക് സലാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് സലാം മടക്കിക്കൊണ്ട് ഹംസ തങ്ങളുടെ ഖബറിൽ നിന്ന് ശബ്ദം ഞാൻ കേട്ടു എന്ന് മഹദി വിവരിക്കുകയാണ്. ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉഹദ് ശുഹദാക്കളിൽപ്പെട്ട ചിലരുടെ ശരീരം വർഷങ്ങൾക്ക് ശേഷം കാണപ്പെട്ടപ്പോൾ മറമാടുന്ന സമയത്ത് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് അവരുടെ ശരീരം ഉണ്ടായിരുന്നത് എന്ന് സ്വഹാബത്ത് വിവരിക്കുകയാണ്. ഇസ്ലാമിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, പ്രവാചകരുടെ പൊരുത്തത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മഹാന്മാരായ ഉഹദ് ശുഹദാക്കളുടെ, പ്രത്യേകിച്ച് ഹംസ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇരുലോക വിജയം നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.